ജാമ്പയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ നിറച്ചുണ്ടായിരുന്നു. നിറച്ചുണ്ടായിരുന്നു കുറേ പേർക്ക്. എല്ലാം താഴെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം. അങ്ങനെ കുറേ പേരുടെ പറഞ്ഞിട്ട് കുറേ പേർക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇന്ന് കണ്ടോ, ഇന്നിതാ കുറേ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ഇത് തന്നെയാണ് ഇപ്പം രണ്ടുപേരെയും ജോലി. ഇങ്ങനെ ഒതുക്കി ഒതുക്കി കുറേ എടുത്തു. ഈ ചൂട് സമയത്തെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇന്നലെ നമ്മൾ നിറച്ചുണ്ടായിരുന്നു. നമ്മള് കുറേ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അപ്പോഴപ്പാട്ടെടുത്ത് കഴിക്കും. അപ്പൊ ചൂട് സമയത്ത് നല്ലൊരാശ്വാസമാണ്. അങ്ങനെ രാവിലെ കുറേ പറിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അടുത്തതാ കുറേ പറിക്കുന്നത്. ഇതിപ്പം കൊടുക്കാനായിട്ടാണ്. അമ്മ തണ്ണിമത്തനും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതൊക്കെ നമ്മൾ അരികെ കഴിക്കും. ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഇതുപോലെയായിരുന്നു. വേനൽക്കാലം ആകുമ്പം ഇതുപോലെ സ്കൂൾ വെക്കേഷൻ സമയമാകുമ്പം ജാമ്പയ്ക്ക എവിടെ ഉണ്ടെന്ന് തേടി നമ്മൾ പോകുമായിരുന്നു. അമ്മയുടെ വീട്ടില് രണ്ടു ദിവസം കൊണ്ട് ഇവിടെ എപ്പോഴും ജാമ്പയ്ക്ക പുളിഞ്ചിക്ക ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വെള്ളം നല്ല ചൂടാണ്. 2-3 പ്രാവശ്യം കഴുകണം. നന്നായിട്ട് കഴുകി വേറെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് പിന്നെയും കഴുകണേ. ചൂട് തണുപ്പ് മതിയായിരുന്നു. തണുപ്പ് ചൂട് മതിയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നമ്മൾ അല്ലേ അമ്മ? നമ്മളെന്താ നീല പാത്രത്തിൽ നീല രീതിയിൽ കഴുകാൻ പോവാ. നന്നായിട്ട് രീതിയിൽ വേഗം കഴുകു തുണി. അത് തന്നെ കുറേശ്ശായിട്ടൊക്കെ നനച്ച് പഠിക്കുക കേട്ടോ. സോപ്പൊക്കെ ഇട്ട് നനയ്ക്കും. നിങ്ങളിടുന്ന ഡ്രസ്സ്, വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഒന്ന് കഴുകുക. എന്നിട്ട് അമ്മ കഴുകിയെടുക്കാം. സോപ്പൊക്കെ ഇട്ടൊക്കെ പഠിക്കും. ഇപ്പോഴേ എല്ലാം ചെറിയ ജോലികളൊക്കെ ചെയ്തൊക്കെ പഠിക്കണം കേട്ടോ. വേഗം നിങ്ങളുടെ ദിവസം 2-3 ഡ്രസ്സ് എടുത്തിടും. അപ്പം അതെല്ലാം നനയ്ക്കണ്ടേ അമ്മയ്ക്ക്? വേഗം നനയ്ക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ കുറേ സമയം ചെയ്യുമ്പോൾ ആ ടി വിയുടെ മുമ്പൊക്കെ ഏത് സമയം കയറിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ ചെറിയ ഇത്. ഇനിയിപ്പോൾ വെള്ളം തുണി കഴുകാതെ നിന്നാൽ പറ്റില്ല കേട്ടോ. ഒരു വെള്ളം അത്രയും കഴുകി തീർക്കും. അതുകൊണ്ട് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇത് ഞാനെടുത്ത് കഴുകും. അങ്ങനെ അല്ലെങ്കിൽ ഈ സമയം അത്രയും ചിലപ്പോൾ ടി വിയുടെ മുമ്പായിരിക്കാം. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വേഗം കുളിക്കാൻ സമയമായി. വേഗം കേട്ടോ. എല്ലാവരും നോക്കി നിൽക്കുക എപ്പോഴാണ് തീറ്റ കൊണ്ടുവരുന്നതെന്ന്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മക്കൾ വച്ചു കൊടുക്കും തീറ്റ. സമയം അറിയാം അവർക്ക്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ആഹാരത്തിന് വേണ്ടിയിട്ട്. 2 ദിവസമായിട്ട് അവർക്ക് ചക്കയൊക്കെ ഉള്ളത് കാരണം ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇട്ട് വേവിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജോലി ഭാരം കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. അവർ നന്നായിട്ട് ആഹാരം കഴിക്കട്ടെ. അപ്പം ഞാൻ അമ്മ പോയി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരാം കേട്ടോ.